ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ കേൾക്കുന്ന പ്രധാന പരാതികളിൽ ഒന്നാണ് E20 പെട്രോൾ അടിച്ചു തുടങ്ങിയതിനു ശേഷം വാഹനങ്ങൾക്കുണ്ടാകുന്ന തരാതരം തകരാറുകൾ. സ്റ്റാർട്ടിംഗ് ട്രബിൾ, മൈലേജ് കുറയുന്നത്, കാർബറേറ്ററിലും ഫ്യുവൽ പമ്പിലും ഉണ്ടാകുന്ന കേടുപാടുകൾ, മെറ്റൽ റബ്ബർ ഭാഗങ്ങളുടെ തേയ്മാനം തുടങ്ങി വൻ പ്രതിസന്ധികളിലൂടെയാണ് പല വാഹന ഉടമകളും കടന്നുപോകുന്നത്. ഇന്ത്യൻ വാഹന വിപണിയിൽ എഥനോൾ അധിഷ്ഠിത ഇന്ധന മിശ്രിതങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് 2003-ൽ കേവലം 5% എഥനോൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് കുറയ്ക്കുക, പരിസ്ഥിതി മലിനീകരണം ഒരു പരിധി വരെ തടയുക, കരിമ്പ് കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വച്ചത്. പിന്നീട് 2019-ൽ എഥനോൾ അളവ് 10%-വും തുടർന്ന് കൃത്യമായ മുൻകരുതലുകളോ സർവേകളോ ഇല്ലാതെ 20%-ആക്കി ഉയർത്തുകയും ചെയ്തു. പെട്രോളിയം ഇറക്കുമതിയിലൂടെ രാജ്യത്തിന് കോടിക്കണക്കിന് രൂപ ലാഭിക്കാമെന്നും സർക്കാരിന് അവകാശപ്പെടാം. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ദുരിതം പേറുന്നത് പാവപ്പെട്ട സാധാരണക്കാരനായ വാഹന ഉടമകളാണ്. സാങ്കേതികമായി പരിശോധിച്ചാൽ എഥനോൾ ഒരു ഹൈഗ്രോസ്കോപ്പിക് ഘടകമാണ്. അതായത് വായുവിൽ നിന്നുള്ള ഈർപ്പത്തെയും വെള്ളത്തെയും അത് പെട്ടെന്ന് വലിച്ചെടുക്കും. വാഹനം കുറച്ചു ദിവസം ഓടിക്കാതെ ഇരുന്നാൽ ഇന്ധന ടാങ്കിൽ വെള്ളം വേർതിരിയുകയും ഇത് ടാങ്കിനുള്ളിൽ തുരുമ്പെടുക്കാനും ഇന്ധന ലേലുകൾ അടയാനും കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ പഴയ തലമുറയിലുള്ള BS4, BS3 വാഹനങ്ങളുടെയും പഴയ BS6 വാഹനങ്ങളുടെയും എഞ്ചിനുകൾ E20 ഇന്ധനത്തിന് അനുയോജ്യമായി നിർമ്മിച്ചവയോ റബ്ബർ പ്ലാസ്റ്റിക് ഹോസുകൾ പ്രതിരോധശേഷിയുള്ളവയോ ഒന്നുമല്ല. ഇതുകാരണം കാർബറേറ്ററുകൾ, പൈപ്പുകൾ, ഗ്യാസ്കറ്റുകൾ എന്നിവ പെട്ടെന്ന് ദ്രവിക്കുകയും അറ്റകുറ്റപ്പണി ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിലുപരിയായി എഥനോളിന് ശുദ്ധമായ പെട്രോളിനേക്കാൾ ഊർജ്ജസാന്ദ്രത കുറവായതിനാൽ 3 മുതൽ 7% വരെ മൈലേജ് കുറയുന്നതും ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. വാഹന നിർമ്മാതാക്കൾ E20 അനുയോജ്യമായ വാഹനങ്ങൾ വിപണിയിൽ ഇറക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പെട്രോൾ പമ്പുകളിൽ നിലവിലുണ്ടായിരുന്ന സാധാരണ പെട്രോളിന് പകരം E20 അടിച്ചേൽപ്പിച്ചതാണ് നിലവിലെ ഈ പ്രതിസന്ധിക്ക് കാരണം. E20 ഇന്ധനത്തിനൊപ്പം തന്നെ എഥനോൾ കലർത്താത്ത സാധാരണ പെട്രോളോ അല്ലെങ്കിൽ E10 പെട്രോളോ പമ്പുകളിൽ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന ഈ സാങ്കേതിക തിടുക്കങ്ങൾക്കെതിരെ ഉപഭോക്താക്കൾ ബോധവാന്മാരാകേണ്ടതും ഗുണനിലവാരമുള്ള ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിനായി ശബ്ദമുയർത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്.